ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. 6ാം ക്ലാസ്സിലെ മലയാളം, 6th മലയാളം കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയുടെ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും, മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിൽ തന്നെ ആദ്യം ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ എഴുതിയതിന് ശേഷം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മണിക്കൂർ 15 മിനിറ്റാണ് സമയം വരുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലി മാതൃകാ ചോദ്യപേപ്പറാണ്. സമയം 2 മണിക്കൂർ 15 മിനിറ്റ്. 6ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അടുക്കള എന്നുള്ള പാഠഭാഗത്തിലെ വരികളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. ശേഷം നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നായി 3 സെക്ഷനുകളിലായിട്ടാണ് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ചോദ്യം: നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? 2, ആഹാരവുമായി ബന്ധപ്പെട്ട 3 പഴഞ്ചൊല്ലുകൾ എഴുതുക. 3 ഗാന്ധിജിയുടെ അതിഥി എന്നുള്ള ചാപ്റ്ററിലെ വരികളാണ്. അതുമായി റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വായിക്കാം. വരികൾ നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് വേണം ആ 3 ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. വാർധയിലെ ആശ്രമത്തിൽ എത്തിയത് ആരാണ്? ബി, കുട്ടിയുടെ വേഷഭാവം എങ്ങനെയുള്ളതായിരുന്നു? സി, കുട്ടി എന്താണ് പറഞ്ഞത്? സെക്ഷൻ ബി 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കത്ത് തയ്യാറാക്കുക. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായി ഷെയ് താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്ത് എഴുതുക. അടുത്തത് 5, വാങ്മയ ചിത്രം തയ്യാറാക്കുക. 3 മാർക്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുടെ വാങ്മയ ചിത്രം തയ്യാറാക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുടെ വേണം തയ്യാറാക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടി കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ച് നല്ലൊരു പേഴ്സണാലിറ്റിയുടെ എടുത്തിട്ട് ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കുക. 6, കൊയക്കട്ട എന്ന കവിതയിലെ വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? 4 മാർക്സ് ആണ്. അടുത്തത് 7, നെവ്വേജി പെറുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ത്? 3 മാർക്കാണ്. സെക്ഷൻ സി, കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗത്തിലെ കോയയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം 5 മാർക്കാണ്. 9, ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയും എല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ നാടിന് സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തശ്ശന്മാരോടോ മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തൂ. ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ അഭിമുഖ സംഭാഷണമാണ് നടത്തേണ്ടത്. 5 മാർക്കാണ്. 10ാമത്തെ ചോദ്യം, ആശയം എഴുതുക. ഉണ്ണിക്കരമിത് പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തി എന്നാൽ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം, അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം. ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പെഴുതൂ. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ആണ്. ഇതാണ് നമുക്കുള്ള 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കീ, തന്നിരിക്കുന്ന ആൻസർ കീ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാർക്കുകൾ അത് വെച്ചിട്ട് മാർക്കുകൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. സെക്ഷൻ എയുടെ ആൻസർ, ഫസ്റ്റ് ആൻസർ: കവിത ആരംഭിക്കുന്നത് തന്നെ ആ നാടിൻ്റെ കാർഷിക സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ താഴ്വരയിൽ നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി തുടങ്ങിയ ധാന്യങ്ങളും കരിമ്പ്, മുന്തിരി, മധുര നാരങ്ങ തുടങ്ങിയ പഴങ്ങളും മത്സരിച്ച് വിളയുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വീട്ടിലെ സമൃദ്ധിയെ കാണിക്കാൻ വിവിധ തരം ജീവജാലങ്ങളെയാണ് കവി അവതരിപ്പിക്കുന്നത്. ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന വീട് എന്നതിലൂടെ ഭക്ഷണത്തിൻ്റെ ലഭ്യതയെയും വൈവിധ്യത്തെയും കാണിക്കുന്നു. 2ാമത്തെ ആൻസർ 3 പഴഞ്ചൊല്ലുകളാണ്. അത്താഴം അത്തിപ്പഴത്തോളം, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം. ഇനി 3ാമത്തതിൻ്റെ ആൻസർ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്നുള്ള 3 ആൻസർ ആണ്. എ, ക്വസ്റ്റ്യൻ ആൻസർ: വാർധയിലെ ആശ്രമത്തിലെത്തിയത് ഒരു കുട്ടിയാണ്. ബി, കീറിയ വസ്ത്രങ്ങളും തളർന്ന ഭാവവും. സി, ഗാന്ധിജിയെ, ബാപ്പുവിനെ കാണണം എന്നാണ് പറഞ്ഞത്. ഇനി സെക്ഷൻ ബി 5 മാർക്കിൻ്റെ ആൻസർ ആണ്. കത്ത് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് കത്ത് നോക്കാം. ആദ്യം നിങ്ങൾ ഒരു സ്ഥലത്തിൻ്റെ പേരും ഡേറ്റും കൊടുക്കുക. എന്നിട്ട് ആർക്കാണോ എഴുതുന്നത് പ്രിയപ്പെട്ട ആ ആളുടെ പേര് എഴുതുക കേട്ടോ. പ്രിയപ്പെട്ട, ഞാനിവിടെ അനു എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട അനുവിന്, നിനക്ക് സുഖമാണോ? നിൻ്റെ സ്കൂളിൽ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എനിക്ക് എൻ്റെ പുതിയ സ്കൂൾ വളരെയധികം ഇഷ്ടമായി. മലയാളം പാഠപുസ്തകത്തിലുള്ള ചട്ടിപ്പത്തിരി എന്ന പാഠം നിങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചോ? ഞങ്ങൾക്ക് ആ പാഠം പഠിപ്പിച്ചു. കോഴിക്കോടൻ
ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ചില വാക്കുകൾ വായിക്കാൻ പ്രയാസമാണ്. ടീച്ചർ വിശദമായി തന്നെ എല്ലാം പറഞ്ഞു തന്നു. സുൽത്താൻ വീട് എന്നാണ് കേട്ടോ അവിടെ ഒരു എന്നുണ്ട്. സുൽത്താൻ വീട് എന്ന നോവലിലെ ഒരു ഭാഗമാണ് ചട്ടിപ്പത്തിരി എന്ന പാഠം. ഇതിലെ കഥാപാത്രമായ പിച്ചായിശ്ശേരി താത്തയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെയാണ് താത്ത ചട്ടിപ്പത്തിരിയുടെ താജ് സൃഷ്ടിച്ചത്. പാചകം ഒരു കലയാണെന്ന് താത്തയിൽ നിന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ ക്ലാസ്സിൽ ഈ പാഠം എടുത്തെങ്കിൽ നിനക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് എനിക്ക് മറുപടി കത്ത് എഴുതാൻ മറക്കല്ലേ. സ്നേഹത്തോടെ അമ്മു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്റർ വരുന്നത്. നെക്സ്റ്റ്, വാങ്മയ ചിത്രം തയ്യാറാക്കുക. 3 മാർക്കിൻ്റെ ആണ്. ഞാനിവിടെ ചാച്ചാജിയുടെയാണ് വാങ്മയ ചിത്രം. നീളൻ ജുബയും തൊപ്പിയും അണിഞ്ഞ് കോട്ടിൻ്റെ പോക്കറ്റിൽ, ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ചാച്ചാജി എന്ന് പറഞ്ഞ. നീളൻ ജുബയും തൊപ്പിയും അണിഞ്ഞ് കോട്ടിൻ്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂവും കുത്തി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി നടന്നു വരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി. ഇങ്ങനെയാണ് വാങ്മയ ചിത്രം എഴുതേണ്ടത്. കോയക്കട്ട എന്ന കവിതയിലെ വലിയമ്മ കൊണ്ടുവരുന്ന കോയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നോക്കാം. 4 മാർക്കാണ്. തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിന്റെ പച്ചപ്പ് അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മണ്ണിന്റെ പെരുമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വേരിന്റെ താളം അതിലുണ്ട്. മരങ്ങളുടെ കുളിരും അതിൽ അടങ്ങിയിട്ടുണ്ട്. നാടൻ പാട്ടിന്റെ ഈണവും കടങ്കഥകളുടെ പെരുമയും എല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ജൈവ വൈവിധ്യം നിറഞ്ഞ ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന മഹത്തായ ഒരു പാഠവും നാട്ടുവൈദ്യത്തിന്റെ മഹത്വവും എല്ലാം വലിയമ്മ കൊണ്ടുവരുന്ന കോയക്കട്ടയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കവിതയിൽ പറയുന്നു. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കാം. അതിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ 4 മാർക്ക് എന്നത് പറഞ്ഞിട്ടാണ് ഇത്രയും കുറച്ചത് ചുരുക്കിയത് കേട്ടോ. നെവ്വേഞ്ചി പെറുക്കുന്നതിന്റെ പ്രത്യേകത എന്ത്? 3 മാർക്കിന്റെ ആണ്. ഊരിലെ എല്ലാവരും ചേർന്നാണ് നെവ്വേഞ്ചി പെറുക്കാൻ പോകുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾ പോലും ഈ പ്രവൃത്തിയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 8, കോയ എന്ന് പറയുന്ന കഥാപാത്ര നിരൂപണമാണ്. കോയ എന്ന കഥാപാത്രം ഒരു പ്രവാസിയുടെ എല്ലാ ദുരിതങ്ങളും പ്രതീക്ഷകളും പേറുന്ന ആളാണ്. കഠിനാധ്വാനിയും സ്നേഹസമ്പന്നനുമായ ഒരു സാധാരണ മനുഷ്യനാണ് കോയ. 14 വർഷം മുമ്പ് മകനെ നഷ്ടപ്പെട്ട വേദന മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴും പുതുതായി പിറന്ന മകനിൽ അയാൾ പ്രതീക്ഷ കണ്ടെത്തുന്നു. സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും മകനും ഭാര്യയ്ക്കും നല്ലൊരു ജീവിതം നൽകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോഴും കടം വാങ്ങി സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുന്ന അയാളുടെ വാത്സല്യവും വളരെ വലുതാണ്. നെക്സ്റ്റ്, അഭിമുഖ സംഭാഷണമാണ്. മനു മുത്തശ്ശിയും തമ്മിലുള്ളതാണ്. അപ്പം മനു ചോദ്യം ചോദിക്കും, മുത്തശ്ശി ആൻസർ പറയണ പോലെ. മനു, മുത്തശ്ശി, നമ്മുടെ നാട്ടിൽ പണ്ടു തൊട്ടുള്ള പ്രധാന പലഹാരങ്ങൾ എന്തൊക്കെയാണ്? മുത്തശ്ശി, മോനെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഇലയട, അരിയുണ്ട, വട്ടയപ്പം, സുഗിയൻ, ഇതെല്ലാം പണ്ട് മുതലേ ഉള്ള നമ്മുടെ പലഹാരങ്ങളാണ്. മനു, ഇതിൽ പലതും കഴിച്ചിട്ടുണ്ടെങ്കിലും ചിലതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ മുത്തശ്ശിക്ക് ഏതാണ് ഇഷ്ടം? മുത്തശ്ശി, എനിക്ക് അരിയുണ്ടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മനു, എങ്കിൽ ഇന്ന് എനിക്ക് അരിയുണ്ട ഉണ്ടാക്കി തരുമോ? മുത്തശ്ശി, അതിനെന്താ, ഉണ്ടാക്കി തരാമല്ലോ. നാളെ സ്കൂളിൽ പോകുമ്പോൾ നീ നിന്റെ കൂട്ടുകാർക്കും കൊടുക്കണം. മനു, ശരി മുത്തശ്ശി. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആശയമാണ് കേട്ടോ തന്നിരിക്കുന്ന വരികളിലെ. സ്വാതന്ത്ര്യാനന്തര ഭാരതമാണ് ഈ കവിതയുടെ പശ്ചാത്തലം. പെറ്റനാടിന്റെ കണ്ണീരൊപ്പാൻ ഉണ്ണിക്കരങ്ങൾക്ക്, ഇത് വേണ്ട കേട്ടോ, ഉണ്ണിക്കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ അമ്മയ്ക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്നിവിടെ പറയുന്നു. കുട്ടികൾക്കും അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നും അർത്ഥമാക്കുന്നു. പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പരിഹാരം കണ്ടെത്താനും പുതുതലമുറയ്ക്കും കഴിയും. ജന്മനാടിന്റെ കണ്ണീർ തുടയ്ക്കാൻ നിന്റെ കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. ഭൂമിയാകുന്ന അമ്മ വേണ്ടതെല്ലാം മക്കൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. മക്കളായ നമ്മൾക്കും തിരിച്ചു പ്രത്യുപകാരം ചെയ്യേണ്ട കടമയുണ്ട്. അങ്ങനെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്ത് ദുഃഖമാണുള്ളത്? അമ്മ സന്തുഷ്ടയാണെങ്കിൽ പിന്നെ മക്കൾക്കും ദുഃഖിക്കേണ്ടി വരില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസും 10 ആൻസറുകളും. ഇത്രയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കി നമ്മൾ ചെയ്യാനുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ആൻസറുകളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.